ിലേക്ക് പോവുകയാണ്. വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, പറവൂരിൽ മത്സരിക്കാൻ പ്രതിപക്ഷ നേതാവിന് തടസ്സങ്ങളില്ല, നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ തുടർ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പരാതിക്കാർ പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദിൽന, സുഹൈൽ, ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ളത് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പ്രതീക്ഷിച്ചതല്ല. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു പരാതി വരണാധികാരിക്ക് മുൻപിൽ എത്തുന്നത്. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രികയിൽ 4 പ്രധാനപ്പെട്ട പരാതികളുമായിട്ടാണ് LDF-ന്റെ സ്ഥാനാർത്ഥി E.T. ടൈസൺ സമീപിച്ചത്. അതിലേറ്റവും പ്രധാനമായത് ഈ സ്വർണത്തിന്റെ മൂല്യം കുറച്ച് കാണിച്ചു, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്സിന്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇതിന് അദ്ദേഹം മറുപടി നൽകിയത് ഇപ്രകാരമാണ്. അതായത് തനിക്ക് അഡ്വക്കേറ്റ് എന്ന് ണ്ടെങ്കിലും അഡ്വക്കേറ്റ് ഒരു അഭിഭാഷകൻ തൊഴിലായിട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള വരുമാനമില്ല. മറ്റൊന്നുള്ളത് അദ്ദേഹത്തിന്റെ വാഹനത്തിന് പിഴയുണ്ട് എന്നുള്ളതായിരുന്നു. ഇത്തരത്തിലൊരു പിഴ താൻ ഔദ്യോഗികമായിട്ട് ഈ വാഹനം ഏറ്റെടുത്തതിന് ശേഷം തനിക്ക് ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപ് ഇത് ഒരു പക്ഷേ മന്ത്രിമാരാരെങ്കിലും ഉപയോഗിച്ച വാഹനമായിരിക്കാം എന്നുള്ളതാണ് വി ഡി സതീശൻ മറുപടി നൽകിയിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ് നൽകിയ വാഹനം 2023 മുതൽ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതുമാണ് അതിൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ സ്വർണത്തിന്റെ വാല്യൂ അത് 2021 വാല്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അത് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 2026 ആക്കുമ്പോൾ അതേ സ്വർണത്തിന്റെ കാര്യം തന്നെയാണ് ഇപ്പോഴും കയ്യിലിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് മറുപടിയായി നൽകിയിട്ടുള്ളത്. പക്ഷേ LDF ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അത് വീണ്ടും കോടതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം വരണാധികാരി അതൊരു ഏകപക്ഷീയമായിട്ടാണ് കണ്ടത്. ഒപ്പം തന്നെ ഒരു പിഴയുണ്ട്. ആ പിഴ, ഈ വാഹനത്തിന്റെ ഒരു പിഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അന്വേഷിച്ചില്ല തുടങ്ങിയിട്ടുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായി പെരുമാറിയതിനെതിരെ വീണ്ടും കോടതിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മത്സരിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു, അത് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ അപരനായിട്ട് മത്സരിക്കുന്ന ഒരു KB സതീശനുണ്ട്. KB സതീശന്റെ പത്രികയും സ്വീകരിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു അപരശല്യം പറവൂരിൽ ഉണ്ടാകുമെന്നുള്ളത് ചുരുക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.